എൻ്റെ പേര് ഡോക്ടർ ഫാത്തിമ ഷാന. ഞാൻ ഇതേപോലെ ഹൗസ് സർജൻസി കഴിഞ്ഞ ടൈമിൽ ഉടനെ തന്നെ നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡ് എനിക്ക് തന്നെ വേണം എന്നെനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുറേ കോഴ്സസ് നോക്കുമായിരുന്നു. സ്കിൻ മാനേജ്മെൻറ്റ്, സ്കിൻ ഡിസീസസ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഫീൽഡായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ MVR ആയുർവേദയിൽ നിന്ന് വേവ് ആയുർവേദയിൽ എനിക്കൊരു വേക്കൻസി ഇങ്ങനെ വരുന്നത്. അവിടുത്തെ മെയിൻ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പഞ്ചകർമ്മ ക്ലിനിക്കും ഉണ്ട്, കോസ്മെറ്റോളജി ക്ലിനിക്കും ഉണ്ട്. സോ ഞാനിത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് എന്നിൽ ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, ഷീ ക്യാൻ ഡൂ ദിസ് എന്നുള്ള റേഞ്ചായിരുന്നു. ഇവിടെ ജോയിൻ ചെയ്തപ്പോൾ ആദ്യം എനിക്ക് സ്കിൻ ഡിസീസസ് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പതുക്കെ ഒരു സ്ലോ ബേബി സ്റ്റെപ്സ് ആയിരുന്നു ഞാനും സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഞാൻ പതുക്കെ ക്ലാസ്സസ് കേട്ട് തുടങ്ങി, നോട്ട്സ് ഒക്കെ റഫർ ചെയ്യും. ചില കേസ് ഇപ്പോൾ ഡോക്ടർ എനിക്ക് റഫർ ചെയ്ത് വിടുമ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കും. ഇടയ്ക്ക് ഞാൻ അനില ഡോക്ടറോട് ഡൗട്ടൊക്കെ ചോദിക്കാമായിരുന്നു. ഡോക്ടർ അത് ക്ലിയർ ചെയ്ത് തരും. സ്ലോലി ഗ്രാജുവലി ഇവിടെ പ്രൊഡക്റ്റ് മേക്കിങ്ങും ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രൊഡക്റ്റ് മേക്കിംഗ് ചെയ്തു. ഞാനത് ജസ്റ്റ് ഒരു ട്രയൽ പോലെയാണ് ഞാൻ എൻ്റെ പേഷ്യൻസിന് തന്നെ ഞാൻ കൊടുത്തു. ചിലവർ ഇതേപോലെ മോയ്സ്ചറൈസിങ് ക്രീം, അല്ലെങ്കിൽ ഒരു ഡിസ്കളറേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറാൻ, അല്ലെങ്കിൽ ആക്നെയുടെ കോമ്പോസിഷൻ. ആൻഡ് അവരിൽ നിന്ന് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി തുടങ്ങിയപ്പോൾ അവർ നെക്സ്റ്റ് സിറ്റിങ്ങിന് വരുമ്പോൾ എൻ്റെ അടുത്ത് ആ ഫേസ് വാഷ് ഇല്ലേ, അല്ലെങ്കിൽ ആ പാക്ക് ഇല്ലേ എന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പ്രൊഡക്റ്റിന് ശരിക്കും നല്ല റിസൾട്ട് ഉണ്ട്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ഒരു ഫേം സ്റ്റാൻഡ് എടുക്കാൻ പറ്റാത്ത ആയുർവേദ കോസ്മെറ്റോളജിസ്റ്റിൽ നിന്ന് ഇപ്പം നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ ഫേം സ്റ്റെപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറാൻ എനിക്ക് ഈ ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. താങ്ക് യു.